വന്ന് ഒപ്പിട്ടിട്ട് പോയിക്കോ. ചേച്ചി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ജയിലിൽ കിടന്നാളെന്ന് വരെ പറഞ്ഞാണ് ചേച്ചി. നെട്ടും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. നീ വന്നേ. എല്ലാരും ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. ഇന്നലെ ജോലി തട്ടിപ്പിന്റെ വാർത്ത ഫേസ്ബുക്കിൽ ആളാണിത്. സ്വാധീനിച്ച് ഇവന്റെ യൂണിവേഴ്സിറ്റി എക്സാം പോലും മുടക്കിയിരിക്കുകയാണ് ജ്വല്ലറി. പ്രിൻസിപ്പൽ വിളിച്ചപ്പോൾ പോലും സി അത് പരിഗണിച്ചില്ല. സന്തോഷ്, ആ ഫോൺ അലക്സാണ്ടർ എടുത്ത് കൊടുത്തേ. ഓർമ്മോടെ കൂട്ടുകാരനാവൻ. ജനാധിപത്യത്തിന് കരുതൽ വീഴ്ത്തി കർണാടക രാഷ്ട്രീയം. കോടതി കയറിയ കർണാടകത്തിന്റെ ക്ലൈമാക്സിന് നാളെ രാവിലെ വരെ കാത്തിരിക്കണം. പുലർച്ചെ 2-ന് തുടങ്ങി 3 മണിക്കൂർ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും അന്തിമ ഉത്തരവ് കാത്തിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു BJP. ചോർച്ച തടയാമെന്ന് MLA-മാരെ നാടുകടത്തി പൂട്ടിയിടാൻ ഒരുങ്ങി കോൺഗ്രസും. ആ പുറത്തേക്ക് സൈന്യം കണ്ടു വിളിച്ചേ. ഇരിക്കേ. വിനീത് കുമാറിന്റെ ആരാ നിങ്ങള്? ചേച്ചിയാ സാറ്. പേരെന്താ? രാധാമണി. വിനീത് കുമാറിന്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാർക്ക് ലിസ്റ്റാ. കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ വരെ ഉണ്ട്. കോളേജിൽ നിന്ന് പ്രിൻസിപ്പലിന്റെ മെയിലുണ്ടായിരുന്നു. എക്സാമിന് മാത്രം പറഞ്ഞു വിട്ട് എക്സാം കഴിയുമ്പോൾ അവരുടെ വണ്ടി തന്നെ തിരിച്ചയക്കാന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജ്വല്ലറി ആയിട്ട് എന്താ പ്രശ്നം? ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. തോറ്റാനും ജയിക്കാനൊരു ടൈം വേണ്ടേ? ഹരിയായിട്ട് നിങ്ങോട്ട് വിളിച്ചേ. സാറേ, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? സാറേ, എൻ്റെ സാറേ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ മൂക്കൊരു മാല മേടിച്ചായിരുന്നു. അനീഷിനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ ഞാനത് പണിക്ക് കോപ്പറേറ്റീവ് വന്നേക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് മാലയിൽ ശരിക്കും 1.5 പവൻ സ്വർണ്ണം. ബാക്കി ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ അവർ വീട്ടിൽ കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം. ഞാൻ വീട്ടിൽ പോയി കൊടുത്തൊരു സ്റ്റാഫ് എൻ്റെ അടുത്ത് ഒന്നും ഇല്ല. ഞാൻ കൊടുത്തു. പിന്നെ മാനേജർ കൊണ്ട് ബില്ല് വയ്ക്കണേ. എനിക്ക് അവരുടെ ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. ആളുകൾക്ക് മനസ്സിലാവണേ. അപ്പം എല്ലാവരും ചേർന്നിട്ട് ഞാനിങ്ങനെ കള്ളിയിൽ പോയി തള്ളി പുറത്താക്കി സമയം ഈ വിവരമൊക്കെ പറയാൻ വേണ്ടി ഞാൻ രാവിലെ വക്കീലിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയണേ. എൻ്റെ ആൻറ്റി പോലീസ് വിളിച്ചോണ്ട് പോയി. ജോലിക്കാരൻ നല്ല പിടുക്കനായിട്ട് പഠിക്കണേ. അവന് പരീക്ഷ എഴുതാനും പറ്റിയില്ല. എനിക്ക് വൈകുന്നേരം ഇന്ന് എൻ്റെ മോളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം സാറേ.